ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വോട്ടവകാശവും പൗരത്വവും തങ്ങളുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്കായി പന്താടുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിരട്ടൽ ആ രാഷ്ട്രീയത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റിരിക്കുന്നത് കനത്ത പ്രഹരമാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിമാറ്റിയത് കൊണ്ട് മാത്രം ഈ രാജ്യത്ത് ആരുടെയും പൗരത്വം ഇല്ലാതാകില്ല എന്ന് പരമോന്നത കോടതി ഇന്ന് വാക്കാൽ ഓർമ്മിപ്പിച്ചപ്പോൾ അത് വിരൽ ചൂണ്ടുന്നത് കേന്ദ്ര ഭരണകൂടം ഈ രാജ്യത്ത് അഴിച്ചുവിട്ടിരിക്കുന്ന ഭയത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്കാണ്. സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂട്ടുപിടിച്ച് ജനങ്ങളെ പാർശ്വവൽക്കരിക്കാൻ നോക്കുന്ന ഒരു ഭരണകൂട വേട്ടയാടലിനെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പാണിത്. പൗരത്വം നിർണ്ണയിക്കാനുള്ള അന്തിമ അധികാരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല എന്ന് സുപ്രീം കോടതിക്ക് പരസ്യമായി പറയേണ്ടി വരുന്നു എന്നത് തന്നെ ഇന്നത്തെ ഇന്ത്യയിലെ ജനാധിപത്യ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വളരെ കൃത്യമായി രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്ത് തങ്ങൾക്കനുകൂലമല്ലാത്ത വോട്ടർമാരെയും ന്യൂനപക്ഷങ്ങളെയും പട്ടികയിൽ നിന്ന് കൂട്ടത്തോടെ ഒഴിവാക്കുന്നു എന്നൊരു ആക്ഷേപം ശക്തമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കോടതി ഇടപെടൽ. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയിലെ തിരുത്തലുകളെയും പൗരത്വത്തെയും മുൻനിർത്തി BJP കളിക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ മുനയൊടിക്കുന്നതാണ് കോടതിയുടെ ഈ നിരീക്ഷണം. പൗരത്വം തീരുമാനിക്കേണ്ടത് ഭരണഘടനാപരമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ്, അല്ലാതെ കേന്ദ്രത്തിൻ്റെ താളത്തിനൊത്ത് തുള്ളുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കത്രിക വെപ്പിലൂടെയല്ല എന്ന് കോടതി അടിവരയിടുന്നു. ഈ കേസിൽ കോടതിക്ക് മുന്നിലെത്തിയ കണക്കുകൾ കേവലം അക്കങ്ങളല്ല. മോദി സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട 34 ലക്ഷത്തോളം മനുഷ്യരുടെ കണ്ണീരാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിൻ്റെ പേരിൽ ഈ നിർധനരായ മനുഷ്യർക്ക് റേഷനും ജാതി സർട്ടിഫിക്കറ്റും ഉൾപ്പെടെയുള്ള പ്രാഥമിക ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുകയാണ്. ഇത് ജനാധിപത്യ രാജ്യത്തിന് വലിയൊരു അപമാനമാണ്. ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും വാചാലരാകുന്ന പ്രധാനമന്ത്രി മോദിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രൂപീകരിച്ച അപ്പലറ്റ് ട്രൈബ്യൂണലുകളെ ഒന്നുമല്ലാതെ നിർജീവമാക്കി വച്ചിരിക്കുകയാണ്. 34 ലക്ഷം അപ്പീലുകൾ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുമ്പോഴും ഭരണകൂടം കാണിക്കുന്ന ഈ കുറ്റകരമായ അനാസ്ഥ സാധാരണക്കാരെ ജീവനോടെ ശ്വാസം മുട്ടിക്കുന്നതിന് തുല്യമാണ്. വോട്ടർ പട്ടികയിലെ തിരുത്തലുകളെ പൗരത്വം റദ്ദാക്കാനുള്ള ഒരു എളുപ്പ വഴിയായി കണ്ട് ജനങ്ങളെ ഭയപ്പാടിൽ നിർത്താമെന്ന കേന്ദ്രത്തിൻ്റെ ഒരു അജണ്ടയാണ് ഇവിടെ പാളിപ്പോകുന്നത്. ഒഴിവാക്കപ്പെടുന്നവരുടെ പൗരത്വ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനാണെന്ന് കോടതി വ്യക്തമാക്കുമ്പോൾ ഒളിച്ചുകളി അവസാനിപ്പിച്ച് മറുപടി പറയേണ്ടി വരുന്നത് മോദി സർക്കാരാണ്. ജനാധിപത്യത്തിൻ്റെ കാവലാളാകേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന മോദി ഭരണകൂടത്തിൻ്റെ കിരാത നയങ്ങൾക്കെതിരെ സാധാരണക്കാരൻ്റെ വോട്ടവകാശവും പൗരത്വവും സംരക്ഷിക്കാൻ സുപ്രീം കോടതി നടത്തിയ ഈ ഇടപെടൽ ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള ശക്തമായ ജനാധിപത്യ പ്രതിരോധം തന്നെയാണ്.